എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ സുർബിയാൻ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമായിട്ട് ആദ്യമായിട്ടൊരു 5-6 സവാള, നമ്മൾ ഒരു 3/4 കിലോ അരിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 6 സവാള ഇതുപോലെ ഒരു 1/2 കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താണ് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾക്കിത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അധികം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു കരിഞ്ഞൊരു ചുവ വരും. അപ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മളത് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സെല്ല ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു 3-4 വട്ടം കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഒരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് വെന്ത് കിട്ടും. നമ്മൾ വെച്ചൂറ്റിയാണ് എടുക്കുന്നത്, അല്ലാതെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കവിടെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ ആ സവാള വറുത്ത എണ്ണയിൽ നിന്ന് പകുതി എടുത്ത്, മിച്ചം വരുന്നത് പകുതി എടുത്ത് നമ്മൾക്കിത് അതിനകത്തേക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതും ഒരു 3/4 കിലോളം ചിക്കനുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുരുമുളക് പൊടി പൊടിച്ചതും കൂടിയാണ് ഇടുന്നത്. പിന്നെ ഇതൊരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. അതപ്പോൾ ഞാനൊരു 6 കഷ്ണമാക്കി മുറിച്ച് അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു കളറ് നമ്മൾ ഇതിനകത്തിപ്പോൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഉപ്പും കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഈ ഒരു ചിക്കനും അതിൽ കിടന്ന് വെന്ത് അതിൻ്റെ ആ ഒരു പച്ച ഇറച്ചിയുടെ ആ ഒരു നിറമൊക്കെ മാറി ഒരു വൈറ്റ് കളറ് ആയി വരണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് വെന്തിട്ടില്ല, എന്നാലും ആ ഒരു നിറം മാറി അതിൻ്റെ ഒരു വെള്ള കളറായിട്ട് മാറി. ഇപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണില്ല 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ അറബിക് മസാലയാണ്. അറബിക് മസാല നമ്മളിതുപോലെ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിത് കണ്ണൂർ കിച്ചൺ നോക്കിയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ അറബിക് മസാലയാണ് ഞാനിതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഈ ഇട്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞു പോകരുത്. അപ്പോൾ നേരത്തെ അത് വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇതിനകത്തിട്ട് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്കൊരു ഇതിനകത്ത് ചേർക്കേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ സവാളയാണ്. അതിനകത്തേക്ക് നമ്മളൊരു 4-5 ഒരു 6-7 വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3 ചെറിയ സ്പൂണാണത്. അതിന് യോഗേർട്ടും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്, ചെറിയൊരു കപ്പോളം. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു മിക്സ് ആയിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടും. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ ചോറ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സ്പൈസസ് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ വേവിച്ചെടുക്കുന്ന പോലത്തെ സ്പൈസസുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി എടുത്ത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ നേരത്തെ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് ആ അരപ്പിൽ നമ്മൾ അരച്ചെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതങ്ങ് വേവിച്ച് ഈ ഒരു മസാല നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാള, നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് സ്റ്റീമറിലിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു മസാലയുടെ മുകളിലേക്ക് ഈ പകുതി ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പകുതി ചോറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ അതൊന്ന് അതിനകത്ത് നിരത്തി അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കുറച്ച് കുങ്കുമപ്പൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ചറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചെറിയൊരു കളർ കിട്ടാനായിട്ട്. പിന്നെ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന
സവോള വറുത്തത് ആ ഒരു ബിസ്ത കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾക്കത് ഒരു ലെയർ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു നെയ്യാണ്. ഒരു 2-3 ടീസ്പൂണോളം നമ്മൾ നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. കട്ടയായിട്ട് കിടക്കുമ്പോൾ അതിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളത് ഉരുക്കി ചേർക്കുന്നത്. അപ്പോൾ അടുത്ത ലെയർ ചോറൂടെ നമ്മളിട്ടു. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ നമ്മുടെ ആ ഒരു പാല് അതിനകത്ത് ഒഴിച്ചു, പാലും കുങ്കുമവും ചേർന്ന ആ ഒരു മിശ്രിതം ഒഴിച്ചു. അതിന് മുകളിലായിട്ട് നമ്മുടെ മല്ലിയില വിതറുന്നു. സെയിം പ്രോസസ്സ് തന്നെ. നമ്മളിത് ബിരിയാണി ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ അറബിക് മസാല കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. ഒരു അറബിക് ഫുഡിൻ്റെ അറബിക് റൈസിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ സെയിം നമ്മുടെ ഒരു ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ പാത്രം അടച്ചു. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് നമ്മുടെ ദം ചെയ്യാനായിട്ട് എൻ്റെ ചെറിയൊരു അമ്മിക്കല്ലല്ല, നമ്മുടെ ഒരു ചതയ്ക്കുന്ന കല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം 20 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഈ ഒരു റൈസൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആ സവോളയും നമ്മൾ വറുത്ത ആ ബിസ്തയും അതുപോലെ തന്നെ മല്ലിയിലയും നെയ്യും ചോറിൻ്റെ എല്ലാ ഭാഗത്ത് വരുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്, സുർബിയാൻ ബിരിയാണി. വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.